ഞെട്ടിച്ചു സൂപ്പർ അടിപൊളി സിനിമ. പിന്നെ ഉറപ്പായിട്ടും നമുക്ക് അടിപൊളി എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. 17-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിപ്പെട്ട പോലത്തെ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. നന്നായിട്ട് നല്ല സിനിമ. ഒരു അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു വെറൈറ്റി സാധനമാണ്. ഹൊറർ എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു വെറൈറ്റി സാധനമാണ്. നല്ല സൂപ്പർ. അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ പഴയ കാലത്ത് ഞാനിപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. നമ്മൾ മറ്റ് സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നു. പക്ഷേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും ഈ 2024 സിനിമ തന്നെയാണെന്നുള്ളത് നമുക്കൊരു അനുഭവമാണത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ പോയി അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ കാണുമ്പോൾ ഒരു ഇതുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നതിനുള്ള ഒരു അനുഭൂതി കിട്ടിയിട്ടേ ഇല്ല. ശരിക്കും കളറ് കാണുമ്പോൾ തന്നെ എനിക്കൊരു അനുഭൂതി കിട്ടിയേക്കുന്നത്. നല്ല സിനിമ. മമ്മൂക്ക അശോകനും മമ്മൂക്കൊരു 1.5. പിന്നെ അതുപോലെ ബാക്കിയുള്ള ആകെ 2-3 കഥാപാത്രങ്ങളുള്ളൂ അതിനകത്ത്. അർജുൻ അശോകനും മറ്റേ നമ്മുടെ എല്ലാ ഭരതൻ്റെ മകനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മറ്റേ പുള്ളിയുടെ പേര്. നല്ല സിനിമയാണ്, നല്ല അടിപൊളി. അത് മമ്മൂക്ക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി അനുഭവമാണ്. എല്ലാവരും നല്ലതായിരുന്നു. അർജുൻ അശോകനും എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു. ആ പടം വളരെ നല്ലതായിരുന്നു. മമ്മൂക്ക മാസ് ഒന്നും പറയാനില്ല, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ അശോകൻ എടുത്തു പറയാൻ പറ്റുന്ന റോളാണ്. വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ, അതായത് എല്ലാം കൊണ്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാം. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. മമ്മൂക്കയാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും. അതെ, എന്താണ് ഇല്ലില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നത് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ടാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. പറയുകയാണെങ്കിൽ അതായത് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ട് ഈ പടത്തെക്കുറിച്ച്, അതായത് മുൻവിധിയോടുകൂടി നമ്മൾ മനസ്സ് ശൂന്യമായ മനസ്സോടുകൂടിയാണ് ഈ പടം കാണാനായിട്ട് പറയണം. മുൻവിധിയോടുകൂടി മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ പടം കാണാൻ വരരുത്. അപ്പം അതാണ് നമുക്ക് ഈ പടത്തിൽ നിന്ന് കാണാൻ കഴിയുക. 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്ത അദ്ദേഹം, ആ ഒരു സിറ്റുവേഷനും ലൊക്കേഷനും എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ കഴിഞ്ഞു. അതുപോലെ ബി ജി എം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ ഉള്ളെങ്കിൽ പോലും അവരെല്ലാം അസാമാന്യ പെർഫോമൻസിലൂടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട അർജുൻ അശോകൻ്റെ പെർഫോമൻസ്, സിദ്ധാർത്ഥ് ഭരതൻ. മമ്മൂക്കയുടെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഏത് വേഷം ചെയ്താലും അത് സൂപ്പറായിരിക്കും. അപ്പോൾ ഇതിലും മമ്മൂക്കയും പകർന്നാടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ പടത്തിനൊക്കെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അതായത് ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു പടം ആ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടൊന്നും ഈ പടം കാണാൻ വരരുത്. അങ്ങനെ വരാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പടം ആസ്വദിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് പോയ പോലെ തോന്നി. അതായത് ഞാനൊക്കെ ഒരു 10 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ആ സന്ദർഭത്തിലേക്ക് പോയ മാതിരി എനിക്ക് തോന്നിയത്. എന്തായാലും പടം ഞാൻ എൻജോയ് ചെയ്തു.